നമസ്കാരം, എന്റെ പേര് സ്മിത ഹരിദാസ്. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. ഗ്രാവിറ്റേഷൻ എന്ന 8ാം അധ്യായത്തിന്റെ 4ാമത്തെ ക്ലാസ് ആണിന്ന്. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ മുതൽ നമുക്ക് പരിചയമുള്ള ഒരു കാര്യമാണ് h ഉയരത്തിലുള്ള ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം കൊണ്ടുണ്ടാവുന്ന ഊർജം, പൊട്ടൻഷ്യൽ എനർജി mgh ആണെന്ന്. ഈ എക്സ്പ്രഷന്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് വിശദമാക്കുന്നത്. എല്ലാവർക്കും +1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. വീടുകളിൽ തന്നെ സുരക്ഷിതരായിരിക്കുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. പൊട്ടൻഷ്യൽ ഉണ്ടാവുക എന്നാൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്നർത്ഥമാക്കണം. യൂണിറ്റ് മാസിനെ ഒരു പ്രത്യേക പോയിന്റിലേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ, അതാണ് ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ. എവിടെ നിന്നാണ് യൂണിറ്റ് മാസിനെ കൊണ്ടുവരാനുള്ളത്? നമുക്കറിയാത്ത ഒരു ഇൻഫിനിറ്റ് പോയിന്റിൽ നിന്നാണ്. സോ the gravitational potential at a point is defined as the work done in bringing unit mass from infinity to that point. +2 ഫിസിക്സിലാണ് പൊട്ടൻഷ്യലിനെ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വിശദമായി പഠിക്കാനുള്ളത്. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഇഷ്ടംപോലെ സമയമുള്ളത് കൊണ്ട് വിശദമായി പറഞ്ഞു തരുന്നു എന്ന് മാത്രം. ഓക്കെ, നമുക്ക് ക്യാപിറ്റൽ എം മാസുള്ള ഒരു വസ്തുവിനെ പരിഗണിക്കാം. ചിത്രം നോക്കുക. ഈ മാസിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ള മറ്റൊരു മാസാണ് സ്മോൾ എം. ക്യാപിറ്റൽ എം മാസിൽ നിന്നും സ്മോൾ ആർ അകലത്തിലാണ് നമ്മുടെ സ്മോൾ എം മാസ് ഉള്ളത്. ഈ സ്മോൾ എം മാസിനെ dr എന്നൊരു ചെറിയ ഡിസ്റ്റൻസിൽ കൂടി മൂവ് ചെയ്യിക്കണം എന്നിരിക്കട്ടെ. വെറുതെ ഇരുന്നാൽ സ്മോൾ എം മാസിനെ dr ഡിസ്റ്റൻസിൽ കൂടി മൂവ് ചെയ്യിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് പണിയെടുക്കണം, അഥവാ വർക്ക് ചെയ്യണം. ക്യാപിറ്റൽ എമ്മിൽ നിന്നുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് സ്മോൾ എമ്മിലേക്കാണ്. അതിന്റെ വിപരീതമായി സ്മോൾ എമ്മിൽ നിന്ന് ക്യാപിറ്റൽ എമ്മിന്റെ വശത്തേക്കാണ് നമ്മുടെ സ്മോൾ എം മാസിനെ മൂവ് ചെയ്യിക്കാനുള്ളത്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് വിപരീതമായിട്ടാണ് dr മൂവ് ചെയ്യുന്നത് എന്നർത്ഥം. dr ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നത് സ്മോൾ എമ്മിൽ നിന്നും ക്യാപിറ്റൽ എമ്മിലേക്കാണ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് വിപരീതമായിട്ടാണ്. സോ വി സേ in order to move the particle small m through a distance dr away from capital M, work has to be done against the gravitational force. Work done എന്നാൽ force into distance ആണെന്ന് നമുക്കറിയാം. dr എന്ന ചെറിയ ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ചെറിയ വർക്ക് ഡണിനെ dw എന്നു പറഞ്ഞാൽ dw ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻറ്റു dr ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഈക്വൽ ടു വർക്ക് ഡൺ. ആ ഇക്വേഷൻ ആണ് പറഞ്ഞത്. ക്യാപിറ്റൽ എം മാസിനും സ്മോൾ എം മാസിനും ഇടയിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? അത് ക്യാപിറ്റൽ G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡഡ് ബൈ സ്മോൾ r സ്ക്വയർ ആണ്. where small r is the distance between the two masses capital M and small m. Therefore, we have the equation dw equal to capital G capital M small m divided by small r square into dr. ഈ ഇക്വേഷനെ ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യാം. ഇനി r1 ദൂരത്തിലുള്ള സ്മോൾ എം മാസിനെ r2 ദൂരത്തിലേക്ക് മൂവ് ചെയ്യിക്കണം എന്നിരിക്കട്ടെ. അപ്പോഴും വർക്ക് ചെയ്യണമല്ലോ. ഈ വർക്ക് എത്രയാണെന്നറിയാൻ r1 മുതൽ
R2 വരെ മാസ് സ്മോൾ എമ്മിനെ മൂവ് ചെയ്യിക്കാനുള്ള വർക്ക് ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് R1 മുതൽ R2 വരെയുള്ള അനേകം ചെറിയ ചെറിയ ഡിസ്റ്റൻസുകളായ dRകളെ മൊത്തത്തിൽ കൂട്ടിയെടുക്കണം. ചെറിയ വർക്കുകളെ മൊത്തം കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. Therefore, the total work done in moving the particle from R1 to R2 is equal to integral R1 to R2 dW. ഇത് കാൽക്കുലസ് എന്ന സങ്കേതം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി dWന്റെ വാല്യൂ ഇക്വേഷൻ 1ൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. dWന്റെ വാല്യൂ എന്താണെന്ന് ഇക്വേഷൻ 1ൽ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ 1 മനസ്സിൽ നന്നായി പതിപ്പിക്കുക. dW ഈക്വൽ ടു ക്യാപിറ്റൽ G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡഡ് ബൈ R സ്ക്വയർ ഇൻറ്റു dr. ഈ ഇക്വേഷനിൽ ഇനീഷ്യൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ G, മാസ് ക്യാപിറ്റൽ M, മാസ് സ്മോൾ m, ഇവയെല്ലാം കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. ആകെപ്പാടെ വ്യത്യാസം വരുന്നത് dr മാത്രമാണ്. Therefore, dW equal to integral R1 to R2 G capital M small m divided by R square into dr എന്ന ഇക്വേഷനിൽ കോൺസ്റ്റന്റ്സ് ആയിട്ടുള്ള വാല്യൂസ് ഇന്റഗ്രേഷന് പുറത്തെടുക്കും. Therefore, dW equal to G capital M small m into integral R1 to R2 1 by R square dr. 1 by R സ്ക്വയറിനെയാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. 1 by R സ്ക്വയർ എന്നാൽ R raised to -2നെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും? ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇന്റഗ്രൽ x raised to n dx equal to x raised to n plus 1 by n plus 1 എന്നാണ്. എക്സിന്റെ സ്ഥാനത്ത് r ആണ്, എന്നിന്റെ സ്ഥാനത്ത് -2 ആണ്. Therefore, r raised to -2നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക r raised to -2 plus 1 divided by -2 plus 1 equal to r raised to -1 divided by -1 equal to -1 by r എന്നാണ്. മനസ്സിലായോ? ഇന്റഗ്രൽ 1 by r square dr ന്റെ വാല്യൂ ആണ് പറഞ്ഞത് -1 by r. ഇനി എന്താ വേണ്ടത്? ഇന്റഗ്രേഷന്റെ ലിമിറ്റ്സ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാനാവുക ഇങ്ങനെയാണ്. വർക്ക് W ഈക്വൽ ടു G capital M small m into 1 by R. Sorry, -1 by R within the limit R1 to R2. ഒരിക്കൽ കൂടി പറയാം. ഇന്റഗ്രൽ dW എന്നാൽ ടോട്ടൽ വർക്ക് W. W equal to G capital M small m into -1 by R within the limit R1 to R2. ഓക്കെ ആണല്ലോ അല്ലേ? ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അപ്പർ ലിമിറ്റായ R2 ആദ്യം കൊടുക്കണം, മൈനസ് ലോവർ ലിമിറ്റ് R1 കൊടുക്കണം. പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോവർ ലിമിറ്റ് ആദ്യം കൊടുക്കാം, അതിനുശേഷം അപ്പർ ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ മൊത്തം വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് കിട്ടും. ദെൻ വർക്ക് ഡൺ
W equal to capital G capital M small m into ബ്രാക്കറ്റിനുള്ളിൽ 1 by R1 minus 1 by R2. ഈ വർക്ക് ഡൺ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയെ V എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാനായാൽ നമുക്ക് പറയാനാവും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി V equal to G capital M small m into 1 by R1 minus 1 by R2 എന്ന്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്നാൽ ഇൻഫിനിറ്റിയിൽ നിന്നും R ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്യിക്കാനുള്ള വർക്ക് ഡൺ ആണ്. അതിന് കൊടുക്കേണ്ടതായ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ R1 equal to ഇൻഫിനിറ്റി എന്നും R2 equal to small r എന്നുമാണ്. Therefore, gravitational potential energy V equal to capital G capital M small m into 1 by R1 minus 1 by R2 എന്ന ഇക്വേഷനിൽ R1 equal to ഇൻഫിനിറ്റി ആണ്. 1 by R1 എന്നാൽ 1 by ഇൻഫിനിറ്റി. 1 by ഇൻഫിനിറ്റി equal to 0 ആണ്. Therefore, V equal to capital G capital M small m into 0 minus 1 by R. Okay. So, V equal to minus capital G capital M small m divided by small r. This is the expression for the gravitational potential energy at a distance small r. വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണിത്. വർക്ക് ചെയ്യേണ്ടി വരുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് വിപരീതമായിട്ടെന്നാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയിലെ നെഗറ്റീവ് സിമ്പിൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി V equal to minus capital G capital M small m divided by small r. ആ നെഗറ്റീവ് സൈനിന്റെ അർത്ഥം എന്താന്നാ പറഞ്ഞത്? വർക്ക് ചെയ്യേണ്ടി വരുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് വിപരീതമായിട്ടാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എക്സ്പ്രഷൻ ഫോർ ദി പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഹൈറ്റ് h W equal to mgh എന്ന സമവാക്യം ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ മുതൽ പരിചിതമായിട്ടുള്ളതാണ്. ആ എക്സ്പ്രഷൻ എങ്ങനെ കിട്ടുന്നു എന്ന് നോക്കാം. നമ്മുടെ വർക്ക് ഡൺ ഓർ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ W equal to G capital M small m into 1 by R1 minus 1 by R2 എന്നതാണ്. ഭൗമോപരിതലത്തിലുള്ള M എന്ന മാസിനെ h ഹൈറ്റിലേക്ക് ഉയർത്തണം എന്നിരിക്കട്ടെ. ഇവിടെ R1 equal to capital R, റേഡിയസ് ഓഫ് ദി എർത്ത് ആണ്. R2 equal to R plus h ആണ്. ഡയഗ്രത്തിൽ നോക്കിയാൽ ഇക്കാര്യങ്ങൾ വ്യക്തമാകും. ഇക്വേഷനിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then W equal to G capital M small m into ബ്രാക്കറ്റിനുള്ളിൽ 1 by R minus 1 by R plus h. LCM എന്തായിരിക്കും വരിക? R into R plus h ആണ്. ബ്രാക്കറ്റിനുള്ളിലെ 1 by R നെയും 1 by R plus h നെയും R into R plus h കൊണ്ട് ഗുണിക്കണം. അപ്പോ ബ്രാക്കറ്റിനുള്ളില് ന്യൂമറേറ്ററിൽ എന്താ വരിക? R plus h minus R equal to h മാത്രമാകും. ആറും മൈനസ് ആറും ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഡിനോമിനേറ്ററിൽ ബ്രാക്കറ്റിനുള്ളിൽ എന്താ വരിക? R into R plus h ആയിരിക്കും. Then W equal to G capital M small m into h by R into R plus h. Okay, h എന്ന ഹൈറ്റ് റേഡിയസ് ഓഫ് എർത്ത് ക്യാപിറ്റൽ ആറിനെ അപേക്ഷിച്ച് വളരെ ചെറുതാണെങ്കിൽ ഒരു അപ്രോക്സിമേഷൻ കൊടുക്കാൻ പറ്റും. R plus h approximately equal to capital R, radius of the earth. Okay, then we have the expression W equal to
G capital M small m into H by R into R equal to R square. So W equal to capital G capital M small m into H by R square. നമ്മൾ നേരത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ g ഈക്വൽ ടു ക്യാപിറ്റൽ G ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R സ്ക്വയർ എന്നതാണ്. ആ വാല്യൂ മേൽപ്പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുക്കണം. അപ്പൊ എന്ത് കിട്ടും? W ഈക്വൽ ടു സ്മോൾ g, ബാക്കി എന്താ ഉള്ളത്? പിന്നെ സ്മോൾ m ഇൻറ്റു സ്മോൾ h. ഓക്കെ, ഒന്ന് വൃത്തിയായിട്ട് പറയാം. W ഈക്വൽ ടു mgh. ഇതാണ് നമുക്കെല്ലാവർക്കും ചിരപരിചിതമായ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഹൈറ്റ് h എന്നുള്ളതിന്റെ എക്സ്പ്രഷൻ. This work done W is stored as the gravitational potential energy V. Therefore, V equal to mgh. +1 കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഡെറിവേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ബോധ്യമുണ്ട്. ഇന്റഗ്രേഷൻ ഒന്നും പഠിച്ചിട്ടില്ലാത്തതാണ് ഇതുവരെ. ഇന്റഗ്രൽ x raised to n dx equal to x raised to n plus 1 divided by n plus 1. Integral r raised to minus 2 dr equal to r raised to minus 2 plus 1 divided by minus 2 plus 1 equal to minus 1 by r. ആ ഭാഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഡെറിവേഷൻ ചെയ്യാനാകും. പല പ്രാവശ്യം വീഡിയോ ക്ലാസ് കാണണം. ഡൗട്ട്സ് ഉള്ളത് കമന്റ് ബോക്സിൽ ചോദിക്കണം. പറ്റുന്ന രീതിയിൽ ക്ലിയർ ചെയ്തു തരാൻ ശ്രമിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.